ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ബെന്നിറ്റ് പ്രയർ. മാതാപിതാക്കളായി നമ്മൾ മക്കളുടെ അനുഗ്രഹത്തിനായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷ ഇന്ന് 125 ദിനം. ഈ രാത്രിയിൽ മക്കളുടെ അനുഗ്രഹത്തിനായി മാതാപിതാക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ മക്കളുടെ എല്ലാ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും സമർപ്പിക്കാം. ഈ കാലഘട്ടത്തിൽ മക്കളുടെ എല്ലാ നഷ്ടങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ലഭിക്കാതെ പോകുന്നു, മക്കൾ എല്ലാ തരത്തിലും നിരാശപ്പെടുന്നുണ്ടെങ്കിൽ അവിടേക്ക് ദൈവഹിതം മനസ്സിലാക്കുവാൻ, ദൈവത്തിന് മക്കളുടെ ജീവിതത്തിലുള്ള ആ പദ്ധതി എന്താണ് എന്ന് മനസ്സിലാക്കുവാനും തിരിച്ചറിവുണ്ടാകുവാൻ എളിമയുടെ കാലഘട്ടമായി ഈ സഹനങ്ങൾ, ഈ തിരിച്ചറിയുടെ മേഖല മാറ്റപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മുടെ മക്കളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, അതിലേക്ക് എത്തപ്പെടണം. അത് അനുഗ്രഹത്തിൻ്റെ പദ്ധതിയാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇന്ന് നമ്മുടെ മക്കളെ തിരിച്ചറിയുവാൻ ഓരോ വേദനകൾ വരുമ്പോഴും സഹനങ്ങൾ വരുമ്പോഴും ദൈവാശ്രയബോധത്തിന് അകന്നു പോകാതെ കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അനുഗ്രഹം നേടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹബക്കൂക്ക് പ്രവാചന പുസ്തകം 3-ാം അധ്യായം 17-ാം വചനം: അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലമില്ലാതായാലും ഒലിവ് മരങ്ങൾ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലിയിൽ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എന്തൊക്കെ കുറവ് വന്നാലും മക്കൾ ദൈവത്തിൽ ആനന്ദിക്കുവാൻ, ദൈവത്തോട് ചേർന്ന് ദൈവം തരുന്നതൊക്കെ മതി, അന്യായമായി ഒന്നും വേണ്ട, എനിക്ക് അവകാശമില്ലാത്തത് ഞാൻ നേടണ്ട, തെറ്റായ രീതികൾ സമ്പാദിക്കേണ്ട ഒരു ബോധത്തിൽ നിൽക്കുവാനും അടിയുറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഇല്ലായ്മയിലും ദൈവത്തെ മഹത്വപ്പെടുത്തി അങ്ങനെ ചെറിയ ചെറിയ രീതിയിലാണെങ്കിലും അനുഗ്രഹം നേടിക്കൊണ്ട് വലിയ അനുഗ്രഹത്തിലേക്ക് മക്കൾ കാലെടുത്ത് വയ്ക്കുവാൻ, ദൈവഹിതമായ പദ്ധതികൾ തിരിച്ചറിഞ്ഞ് അതിനോട് ചേരുവാൻ എപ്പോഴും പ്രത്യാശയുടെ മക്കളായി തീരട്ടെ എന്ന് നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹബക്കൂക്ക് 3:17 അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്ക്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ എന്തെല്ലാം തകർച്ചകളും നഷ്ടങ്ങളും സംഭവിച്ചാലും നിരാശപ്പെടാതെ അങ്ങയിൽ ആശ്രയിച്ച് സന്തോഷപൂർവ്വം തിരികെ വരുവാനുള്ള കൃപ ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. അങ്ങ് നൽകുന്ന എല്ലാ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാനും കർത്താവെ, പരിമിതികളും പോരായ്മകളും സംഭവിക്കുമ്പോൾ അതിനെ ധൈര്യപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കി എളിമയോടെ ജീവിതം നയിക്കുവാൻ ഞങ്ങളുടെ മക്കളെ സഹായിക്കണമേ. ആമീൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.